സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജോൺസ, ഞാനൊരു സീരിയസ് കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്നതാ സാറേ? ഏഞ്ചൽ മോളുണ്ടോ അവിടെ? ഉണ്ടല്ലോ. ഇസമോളെ, ഇതിവിടെ തൂക്കാനല്ലേ? ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ ആദ്യം ശ്രദ്ധയോടെ കേൾക്കണം. ഇതിനിടയിൽ എന്നതാ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നീ എന്നോട് പറയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് ഇപ്പോഴും. അഭിനയമല്ല, ആ നേത്രാവതി എന്നെ പറ്റിച്ചതാ. എടി, ഷോക്ക് അടിക്കോ? ഇങ്ങനെ പേടിക്കല്ലേ അമ്മച്ചി. എടാ മതി, ഒരുപാട് ഒത്തിരി കവള് വേദനിക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് നേർപ്പിച്ചേ പറ്റൂ. മോളെ, നീ പോയി സ്വിച്ച് നിട്ടെ. ഇന്നാണോ അമ്മച്ചി ക്രിസ്മസ്? അല്ലടാ, നാളെയാ. പപ്പ എവിടെ? നിക്കുന്നു. പപ്പയൊന്ന് വിളിക്കാവോ? ഇതെന്താ വലിയൊരു ഫോർമാലിറ്റി? ആരാ വിളിച്ചത്? എല്ലാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ഏഞ്ചൽ മോളല്ല, വേറൊരാളാ. എന്റെ ശരിക്കുള്ള പേര് ജ്വല്ലെന്നാ. എന്ത് ഭ്രാന്ത ഏഞ്ചല നീ പറയുന്നേ? അവള് പറഞ്ഞത് സത്യമാണ്. അവൾക്ക് പറയാനുള്ളത് എന്താണെന്നാ ഇനി എനിക്കറിയണം. അവള് പറയട്ടെ. മുരളിന്നും മോഹിതാന്നാ എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പേര്. മുരളിക്ക് ജോലി UK-ല്. ജയറാം എന്ന് പറയുന്ന ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു.
മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. വീട്ടുവേലക്കാരുടെ പേര് വരെ അറിയാം. നീ എങ്ങനെ ഇവിടെ എത്തി? എന്തിനീ വേഷം കിട്ടി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടത്. സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജുവൽ, സത്യമായിട്ടും ഞാൻ നിന്നെ സഹായിക്കാം. ഇതിനേക്കാൾ കുറഞ്ഞ സാഹചര്യമുള്ള ഒരു വീട്ടില് നീ ജീവിച്ച് കാണിക്കണം. അവിടെ നിനക്ക് ഒരച്ഛനും അമ്മയും ചേച്ചിയും അനിയനും ഒക്കെ ഉണ്ടാവും. അവിടത്തെ കുട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിച്ച് തെളിയിക്കണം നീ. ദാ, ഇനി മുതൽ നീ ജുവലല്ല, ഏഞ്ചൽ. അഭിനയാണെന്ന് പരസ്പരം പറയാനോ ഭാവിക്കാനോ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ട് അറിഞ്ഞാൽ ആ നിമിഷം ഫിലിമിൽ നിന്ന് ഔട്ടാവും. അയ്യോ, എന്റെ മാതാവേ, എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെയാ? നീ അതിനെ കൊണ്ടുപോയി കൊലക്ക് കൊടുത്തോ? ഏഞ്ചൽ മോൾക്ക് ഒരു കുഴപ്പമില്ല. മോള് സേഫാ. ഇപ്പൊ വിളിച്ചത് ബെഞ്ചമിൻ സാറാ. കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഇനി കേൾക്കേണ്ടത് ഇവളുടെ ഭാഗമാണ്. നിന്നെ ആരുടെ തല്ലിയും കൊല്ലിയും ഒന്നുമില്ല. ഞങ്ങളുടെ ഏഞ്ചൽ മോളെ പോലെ തന്നെ ഒരു കുഞ്ഞാണ് നീ. ആ പരിഗണനയിലും സ്നേഹത്തിലും തന്നെയാ ഇപ്പോഴും നിന്നെ കാണുന്നത്. പക്ഷേ ഇനി നീ പറയുന്നത് എല്ലാം സത്യമായിരിക്കണം. പല ജീവിതങ്ങളും വെച്ചൊരു കളിയെ നീ കളിച്ചത്. അത് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും നിനക്കായിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ആനിയമ്മ എന്നെ തല്ലിക്കോട്ടെ പപ്പ. ആനി, കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ തെറ്റുപറ്റാം. പക്ഷെ നേർവഴി കാട്ടിക്കൊടുത്താ അവര് തിരുത്തിക്കോളും. അല്ലാതെ ഭയപ്പെടുത്തുകയും ശിക്ഷിക്കുകയും അല്ല വേണ്ടത്. ഇതൊക്കെയാണ് നേരെയാവും പോന്നെ. ഒരു സിനിമയ്ക്ക് വേണ്ടി റിഹേഴ്സൽ ക്യാമ്പില് ജീവിതത്തിലെ പോലെ പെരുമാറാന്ന് വെച്ചാ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം കുട്ടിയാണോ നീ? ഇതിനും വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരുടെ കുട്ടിയല്ലേ? ഞാനങ്ങനെ കരുതിപ്പോയി. ശരി, ഏഞ്ചൽ എന്ന പേരിൽ ശരിക്കൊരു കുട്ടിയുണ്ടെന്ന് നിനക്ക് എപ്പോഴാ മനസ്സിലായേ? ഏഞ്ചലാണെന്ന് കരുതി വേലിച്ചാമ്മേൻ ഒരു തവണ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയപ്പോഴാ. അങ്ങനെ ശരിക്കൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞപ്പോഴും നിനക്ക് അവളെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലേ? നേത്രാവതി എന്നോട് പറഞ്ഞത് റിഹേഴ്സൽ ക്യാമ്പിൽ അഭിനയിക്കാൻ വന്നിട്ട് ചാടിപ്പോയ കുട്ടിയാണെന്നാ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. നേത്രാവതി പറഞ്ഞതെല്ലാം വെറുതെയാണെന്നും നിന്നെ പറ്റിക്കുകയാണെന്നും നിനക്ക് എപ്പോഴാ മനസ്സിലായത്? പപ്പ വന്നേ പിന്നെ ഈ വീടിന് വലിയൊരു വ്യത്യാസം ഉണ്ടായി. അതുവരെ ഇവരോടൊക്കെ പോരടിക്കുമായിരുന്നു ഞാൻ. ആനിയമ്മയെന്നും മിസ് ചേച്ചിന്നും കെവിൻ മോനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അത്ര അടുത്ത ബന്ധമൊന്നും തോന്നിയില്ല. പപ്പ വന്നേ പിന്നെ ഈ വീട് സ്നേഹം കൊണ്ട് നിറഞ്ഞു. ആനിയമ്മയുടെയും ചേച്ചിയുടെയും കെവിന്റെയൊക്കെ സ്വഭാവത്തില് വ്യത്യാസം ഉണ്ടായി. ഒരുപാട് സ്നേഹമായിട്ടൊന്നും പപ്പ എന്നോട് പെരുമാറിയിട്ടില്ല. പക്ഷേ പപ്പയുടെ ഉള്ളിൽ സ്നേഹം എന്തായിരുന്നെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴും അതുണ്ട്. എന്റെ ഡാഡി എന്നോട് സ്നേഹമല്ലാതെ പെരുമാറിയിട്ടില്ല. പക്ഷെ ഇത്രയും സ്നേഹം
മുഖത്തില് കള്ളില്ലെന്ന് എനിക്ക് തോന്നി. അതൊരിക്കലും അഭിനയമല്ല എന്ന്. പിന്നെ ചേച്ചിയും കെവിനും മനപ്പൂർവ്വം ഒരുപാട് ദ്രോഹം ഞാൻ ഇവരോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇവരെന്നെ രക്ഷിക്കാൻ വന്നു. ആ സ്നേഹം അങ്ങനെ അഭിനയാവുന്നത്? നിങ്ങളുടെ മനസ്സിലൊക്കെ 100,000 ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ജുവലമോൾ ആകെ പേടിച്ചു നിൽക്കുക. നമ്മൾ എന്ത് ശിക്ഷ അവൾക്ക് വിധിക്കുന്നേ? വിചാരണ കോടതിയിലെ പോലെ അവളുടെ നിൽപ്പ്. എന്റെ മോള് പേടിക്കണ്ടാട്ടോ. ഇപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയാനുള്ള സത്യസന്ധത ഉണ്ടായല്ലോ. നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ, ജീവിതത്തിൽ ഒരു സംശയമോ പ്രതിസന്ധി ഉണ്ടാവുമ്പോ ഒരു മടിയും കൂടാതെ മാതാപിതാക്കളോട് തുറന്നു പറയണം. അവിടെ കിട്ടിയൊരു പരിഹാരം മനസ്സിന്റെ ഭാരം ഒഴിയും. ഈ ക്രിസ്മസോടെ ഏഞ്ചലിന്റെയും ജോലിന്റെയും പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാവും. പിന്നെ ജോൺസണിന്റെ മക്കള് 3 അല്ല 4. പപ്പ എന്റെ മാതാവേ, മുരളിയേട്ടാ, പറഞ്ഞു. ഈ അവസരത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല. പക്ഷേ പറയാതിരിക്കുന്നതും ശരിയല്ല. മുഖവുര വേണ്ട. എല്ലാം കൂടി താങ്ങാനുള്ള കരുത്തിന്റെ മനസ്സിനില്ല. ഏഞ്ചലിനെ നമുക്ക് അവളുടെ വീട്ടിലേക്ക് തിരിച്ചയക്കണ്ടേ? തിരക്കായ നിനക്ക് അവളെ പറഞ്ഞേക്കാൻ. അയ്യോ, എനിക്കവളെ പറഞ്ഞേക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. നമ്മുടെ ജുവലിനെ കാണുന്ന അതേ നിറവ് തന്നെയാ അവളെ കാണുമ്പോ മനസ്സിന്. അങ്ങനെ ആലോചിക്കുമ്പോ തോന്നും അവൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന്. ഏഞ്ചൽ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മള് ജുവലിന്റെ കുറവറിയാത്തത്. അത് മാത്രമല്ല, നമ്മൾ ഇനി ഏഞ്ചലിനെ ഇവിടെ നിർത്തുന്നതില് മറ്റൊരു നീതികേട് കൂടിയുണ്ട്. മാതാവിന്റെ ഒരു നിയോഗത്തിലാ അവൾ ഇവിടെ എത്തിപ്പെട്ടത്. അത് പൂർത്തിയായി. ഇനിയും അച്ഛനമ്മമാരിൽ നിന്നും അവളെ അകറ്റി നിർത്തിയാൽ ദാനം കിട്ടിയതിന് കൈവശാവകാശം പറയുന്നത് പോലെയാവും. ശരി, ദാനം കിട്ടിയതിന് കൈവശാവകാശം പറയുന്നില്ല. മാതാവിന്റെ നിയോഗം പൂർത്തിയാക്കിയെന്ന് വിശ്വസിക്കാം. പക്ഷേ നമ്മുടെ ജോലെവിടെ? മാതാവിന്റെ നിയോഗത്തിലാണ് ഏഞ്ചൽ ഇവിടെ എത്തിയതെങ്കിൽ ജുവലിനെ കാണാതാവുന്നതിലും അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടാവില്ലേ? ജുവൽ ഇവിടെ ഇല്ലെങ്കിലല്ലേ ഏഞ്ചലിന് അവളായിട്ട് ഇവിടെ വന്നു കയറാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജുവലിനെ മാതാവ് തന്നെ ഇവിടെ എത്തിക്കുന്നാണോ മുരളിയേട്ടൻ വിശ്വസിക്കുന്നത്? അതുവരെ ആ ഉറപ്പിന് വേണ്ടി ഏഞ്ചലിനെ പിടിച്ചു വെക്കാന്നോ? എനിക്കെന്തോ ഒരു പേടി പോലെ അവളെ വിട്ടുകൊടുക്കാൻ. മാതാവിന്റെ അനുഗ്രഹമുള്ള കുഞ്ഞിനെ ആ പിടിവല്ലിയുടെ കൈവിട്ട് കളഞ്ഞാൽ നമ്മുടെ ജുവലിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഭയം. അങ്ങനെ ഒരു പേടി എനിക്കും ഇല്ലാതില്ല. പക്ഷെ അത് വിചാരിച്ച് ഏഞ്ചലിനെ നമ്മൾ പിടിച്ചു വെക്കുന്നത് നന്ദി കേടല്ലേ മുരളിയേട്ടാ? അവൾക്കും ഉണ്ട്. കാണാതായ കുഞ്ഞിനെ കുറിച്ചുള്ള ആദിയിൽ ഒരുക്കി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും. മറ്റുള്ളവരെ പറ്റിയുള്ള ആകുലതകൾ ഞാനിപ്പോ മാറ്റിവെച്ചിരിക്കുക. എന്നെ പറ്റി തന്നെയുള്ള ചോദ്യങ്ങൾക്ക് എനിക്കിപ്പോ ഉത്തരം കിട്ടുന്നില്ല. 2 കുഞ്ഞുങ്ങളെ കാണാതായി. ഒരാളെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും അറുതിയായി. ഒന്നിന് വിധിയില്ല.
പക്ഷേ രണ്ടാമത്തെ ആളെവിടെ? ഒരുപാട് മോഹം തന്നിട്ട് ഒടുവില് ഒന്നുമില്ലാന്ന് പറയുന്നൊരു ഇച്ഛാഭംഗം ഉണ്ടല്ലോ, അത് വളരെ വലുതാ, വളരെ വലുത്. ഒരച്ഛൻ എന്നുള്ള നിലയിൽ, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ മുരളിയേട്ട, നമ്മൾ അവളെ അങ്ങോട്ട് കൊണ്ടു ചെന്ന് ആക്കിയില്ലെങ്കിലും ഏഞ്ചലിന്റെ അച്ഛനമ്മമാര് അവളെ തേടിയെത്തും. ഏഞ്ചലുമായി വളരെ അടുപ്പമുള്ള ആള് ഇന്നിവിടെ വന്നിട്ട് പോയ CI ബെഞ്ചമിൻ കുരുവിള. ആ CIയുടെ ജീപ്പ് ഇനി ഒരു വട്ടം കൂടി ഈ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു അപകടം ഉണ്ടല്ലേ? നിനക്കറിയാമോ ക്രിസ്മസ് എന്താണെന്ന്? എങ്ങനെ അറിയാനല്ലേ? നിന്നെ മാമോദീസയൊക്കെ മുക്കിയതാ കേട്ടോ. മാമോദീസയോ? അതൊരു ചടങ്ങാ, ക്രിസ്ത്യാനിയാക്കുന്ന ചടങ്ങ്. അപ്പൊ ഞാനും ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനി എന്ന് വെച്ചാ ക്രിസ്തുവിന്റെ വഴിയിൽ ജീവിക്കുന്നവര്. അങ്ങനെ നോക്കിയാ ക്രിസ്ത്യാനികൾ കുറവാ കേട്ടോ. ഇതാണോ ക്രിസ്തു? ഇത് ഉണ്ണീശോ. ഈ കുഞ്ഞ് വളർന്ന് 33 വർഷം ലോകത്തിന് വെളിച്ചമായി ജീവിച്ചു. ഇപ്പോഴും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു. ആ യേശുവിന്റെ ജനനമാണ് നമ്മള് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഒരു കാലിത്തൊഴുത്തിലാ ഉണ്ണീശോ ജനിച്ചത്. അതിനെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടാ നമ്മൾ ഈ പുൽക്കൂടൊക്കെ ഒരുക്കുന്നത്. ഈ പുൽക്കൂട്ടിലെ ഏറ്റവും വലിയ ആളാരാന്ന് നമ്മൾക്ക് അറിയാമോ? വലിയ ആളോ? എന്ന് വെച്ചാ ഏറ്റവും മഹത്വമുള്ള ഒരാള്, നമ്മൾ ഏറ്റവും ആരാധനയോടെയും ബഹുമാനത്തോടുകൂടിയും കാണേണ്ട ഒരാള്. ഉണ്ണീശോയുടെ മാതാപിതാക്കളുണ്ട്, മാലാഖമാരുണ്ട്, 3 രാജാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്. ഉണ്ണീശോയല്ലേ? ഉണ്ണീശോ അതെ, പക്ഷേ അതിനേക്കാളും വലിയൊരാളുണ്ട്. ഉണ്ണീശോയെക്കാളും വലിയ ആളോ? അതാരാ? മാതാവ്. മാതാവ് ഉള്ളതുകൊണ്ടല്ലേ ഉണ്ണീശോയ്ക്ക് ഈ ഭൂമിയിൽ അവതരിക്കാൻ കഴിഞ്ഞത്. ദൈവത്തിന് ജനനം കൊടുത്തയാള്. ഉണ്ണീശോയുടെ കൈ പിടിച്ചു നടത്താനും കൂടെ കളിക്കാനും കൂടെ കിടത്തി ഓർക്കാനും ഒക്കെ മാതാവിന് ഭാഗ്യം കിട്ടി. ആ സമയത്ത് മാതാവ് അനുഭവിച്ച നിർവൃതി എത്രയായിരിക്കും? മാതാവ് മാത്രമല്ല, ഓരോ അമ്മയും അങ്ങനെയാ. അവർക്ക് ഓരോ മക്കളും ഉണ്ണീശോയാ. ആ കുഞ്ഞു മക്കളുടെ കയ്യോ കാലോ ഒന്ന് തട്ടി വീണ് മുറിവേറ്റ നീറുന്നത് അമ്മയുടെ നെഞ്ച്. അവർക്ക് അസുഖം ഉണ്ടായി കിടപ്പിലായ പൊള്ളുന്നത് അമ്മയുടെ ദേഹമാ. അപ്പോ അവരെ കാണാതായാലോ? ഉണ്ണീശോയെ കാണാതായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. ഉണ്ണീശോയുടെ 13-ാം വയസ്സിൽ ഉണ്ണീശോയെ കൂട്ടി ദേവാലയ ദർശനത്തിന് പോയതായിരുന്നു മാതാവ്. തിരിച്ചു മടങ്ങുമ്പോ ഉണ്ണീശോയെ കണ്ടില്ല. മാതാവ് തിരികെ ദേവാലയത്തിൽ ചെന്ന് നോക്കുമ്പോ അവിടെയുള്ള ദൈവജ്ഞരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണീശോ ആ പ്രായത്തില്. അത്
അതിനുശേഷം ഒരു 17 വർഷത്തോളം ഉണ്ണീശോയുടെ മാതാവിന്റെയും ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയും പരാമർശമില്ല. പക്ഷേ ആ കാലത്തെ ഏറ്റവും നല്ല അമ്മയും മകനുമായിട്ട് കഷ്ടതകളും യാതനകളും ഒന്നുമില്ലാതെ അവർ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് വിശ്വസിക്കാന് എനിക്കിഷ്ടം. കാരണം 30-ാം വയസ്സിൽ യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള 3 വർഷം ഒരമ്മയും അനുഭവിക്കാത്ത ഹൃദയ പീഡനങ്ങളും മനോനൊമ്പരങ്ങളുമാ മാതാവ് താങ്ങിയത്. ഒരിക്കൽ ശിമയോൻ മാതാവിനോട് പറഞ്ഞു, നിന്റെ ദേഹത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. മാതാവിന്റെ മാത്രമല്ല, എല്ലാ അമ്മമാരുടെയും ഹൃദയത്തിൽ ഒരു വാളിരിപ്പുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആദികളും ആകുലതകളും ആശകളും ഒക്കെയാ ആ വാള്. എന്നെ കാണാതായപ്പോ അമ്മ ഒരുപാട് വിഷമിച്ചോ? അതിന് നീയല്ലല്ലോ കാണാതായത്. അല്ല, അങ്ങനെയല്ലേ നീ പറയുന്നത്? നീ എന്റെ കുഞ്ഞാറ്റയല്ലാന്ന്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താന്നറിയോ? ഞാൻ തന്നെ ആയിരിക്കണേ അമ്മയുടെ കുഞ്ഞാറ്റാന്ന്. ഉണ്ണിയേശു പിറന്ന സമയത്ത് ആ കാലിത്തൊഴുത്തിന് മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചു. ലോകത്തിന് മുഴുവൻ വെളിച്ചം വിതറാൻ. ആ നക്ഷത്രം ഇപ്പോ അമ്മയുടെ മനസ്സിലാ മോളെ ഉദിച്ചിരിക്കുന്നത്.